നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഹാസ് റിപ്പീറ്റഡ് റിയൽ റൂട്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള റിയൽ റൂട്ട് വരുന്ന കേസിലുള്ള കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത്. അതായത് എപ്പോഴാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് വരിക? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോൾ b² - 4ac എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരുന്ന കേസിലാണ് നമുക്ക് എന്ത് വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് റിപ്പീറ്റഡ് റിയൽ റൂട്ട്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ, എന്തൊക്കെയാണ്, അതേമാതിരി അതിൻ്റെ കറസ്പോണ്ടിങ് ജനറൽ സൊല്യൂഷൻ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് റൂട്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഒരേ റൂട്ട് തന്നെ 2 തവണ ആവർത്തിച്ച് വരും. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്റ് m ബി ദ റൂട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ am² + bm + c is equal to 0 for the differential equation ay ' plus by + cy is equal to 0. Then the fundamental set of solution are given by y1 is equal to e power mt and y2 is equal to t e power mt എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന് റിപ്പീറ്റഡ് റിയൽ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഏതൊക്കെയാണ്? y1 is equal to e power mt എന്ന് പറയുന്നതും അതുമാതിരി തന്നെ y2 is equal to t e power mt എന്ന് പറയുന്നതുമാണ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ജനറൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് ജനറൽ സൊല്യൂഷൻ ആണ് പറയുന്നത് y is equal to c1 + c2 into t c1 + c2t into e power mt എന്ന് പറഞ്ഞു. ഇതാണ് എന്ത് പറയുന്നത്? കറസ്പോണ്ടിങ് ജനറൽ സൊല്യൂഷൻ ഇഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഹാസ് 2 റിയൽ റൂട്ട്. റിയൽ റൂട്ട് തന്നെ ഉണ്ടാകുമ്പോൾ 2 റൂട്ട് ഉണ്ടായിരിക്കും. m1 m2 എന്ന് പറയുന്നത് രണ്ടും സെയിം ആവുമല്ലോ. അപ്പോൾ m1 m2നെ നമ്മളൊരു m എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് y is equal to c1 + c2t into e power mt എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇവിടെ പറയുന്നത് പ്രോബ്ലം 5 ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ' - 4y + 4y y ' - 4y' + 4y is equal to 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നമ്മൾ അനലൈസ് ചെയ്യണം ഇത് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയണില്ല, എപ്പോഴും പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് m² - 4m + 4 is equal to 0. ഇതിനെ നമുക്ക് b² - 4ac ആ ഒരു റൂൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ ഇവിടെ അങ്ങനെ എല്ലാം സോൾവ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ മോണിക് പോളിനോമിയൽ ആയിരിക്കണം. എന്താ മോണിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ m² കോഎഫിഷ്യൻറ്റ് 1 ആവുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 4 കിട്ടുന്ന കോൺസ്റ്റൻറ്റ് ടേം എടുക്കാം. ഈ 4ന് കിട്ടുന്ന പോസിബിൾ 4 ഏതൊക്കെ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 4 കിട്ടുന്ന പോസിബിൾ പയേഴ്സ് നോക്കുക. അപ്പോൾ നമ്മുടെ പോസിബിൾ പയേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം ആണ്. അതുമാതിരി തന്നെ -1ഉം -4ഉം വരും. 4 കിട്ടുന്ന പോസിബിൾ പയേഴ്സ് -1 -4, അതുമാതിരി തന്നെ 1ഉം 4 വരും. പിന്നെ നമുക്ക് ഏതാ വരിക? 2 എന്ന് പറയുന്നത് -2 -2 എന്ന് പറയുന്നത്. പിന്നെ 4 പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ 2 ഇതിൽ ഏത് പെയേഴ്സ് എടുത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -4 കിട്ടുക എന്ന് നോക്കുക. എമ്മിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടുന്നത് എപ്പോഴാണ്? അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -4 കിട്ടുക ഇല്ല, അപ്പോൾ അത് ക്യാൻസൽ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ -4 കിട്ടും ഇല്ല. ഇത് രണ്ടും ആഡ് ചെയ്താൽ -4 കിട്ടുക ഇല്ല. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ പോസിബിലിറ്റി? ഈ ഒരു പെയർ ഏതാണ്? -2 എന്ന് പറയുന്ന പോസിബിലിറ്റി മാത്രമേ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? m - 2 × m - 2 is equal to 0 എന്ന് പറയുന്നത് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് m - 2 2 is equal to 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ റൂട്ട് ഏതൊക്കെയാണ്? m is equal to 2 എന്ന് പറയുന്നതാണ്. അതായത് m is equal to 2 എന്ന് പറയുന്ന ആ റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യും. അത് റിയൽ റൂട്ട് കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ഈക്വൽ റിയൽ റൂട്ട് ആവുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ y1 is equal to e power mt എന്ന് പറയുന്നതും and y2 is equal to എന്ത് വരും? t e power mt. ഇവിടുത്തെ m എന്താ? 2 ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും? y1 is equal to e power 2t എന്ന് പറയുന്നതും അതുമാതിരി തന്നെ y2 is equal to t e power 2t എന്ന് പറയുന്നതുമാണ് നമ്മുടെ എന്ത് വരുന്നത്? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. സോ ദ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ഈസ് given
y1 is equal to e power 2t and y2 is equal to t e power 2t എന്ന് പറയുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല, ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ തരാറ്? ജനറൽ സൊല്യൂഷൻ ഈക്വൽ റൂട്ട് ആവുന്ന കേസിലുള്ള ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? y ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2t ഇൻറ്റു ഇ പവർ എം ടി എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ എം എന്താണ്? 2 ആണ്. സോ നമ്മുടെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? y is equal to c1 പ്ലസ് c2t ഇൻറ്റു ഇ പവർ 2t എന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. ഇനി അടുത്തൊരു പ്രോബ്ലമാണ് പ്രോബ്ലം 6 എന്ന് പറയുന്നത്. നമുക്കൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ് തരുന്നത്. ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ എന്താണ്? നമുക്ക് ആ കോൺസ്റ്റൻസ് C1 C2 ഏതാണെന്ന് കൂടി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം അല്ലേ. ആദ്യം ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് പ്ലസ് 0.25 ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0, y ഓഫ് 0 is equal to 2 ആൻഡ് y ഡാഷ് ഓഫ് 0 is equal to 1/3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം അതിൻ്റെ C1 C2 ഒക്കെ കണ്ടുപിടിച്ച് ആ ഒരു ജനറൽ സൊല്യൂഷൻ നമ്മൾ, അതായത് ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടുവയ്ക്കും. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി ഇവിടെ പറയണ്ടേ, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. ലെറ്റ് us now modify the above initial value problem by changing the initial slope to the specific let the second initial condition be y dash of 0 is equal to 2 എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഈ പ്രോബ്ലത്തിനെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. അതായത് ഇത്രയും കണ്ടീഷൻ ഇത് തന്നെയാണ്, ഈ ഒരു കണ്ടീഷൻ മാറ്റിയിട്ട് അതിന് പകരം y ഡാഷ് ഓഫ് 0 is equal to 2 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഉള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പ്രോബ്ലം ആയിട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഏതൊക്കെ ഇനീഷ്യൽ ആദ്യം എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. പിന്നെ രണ്ടാമത് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ മാറ്റി പകരം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യണം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോഡിഫൈഡ് സൊല്യൂഷൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കാനും സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ബോത്ത് സൊല്യൂഷൻ ആൻഡ് ഡിസ്ക്രൈബ് ദെയർ ബിഹേവിയർ ആസ് ടി ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ, ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള നമുക്ക് 2 സൊല്യൂഷൻ കിട്ടുമല്ലോ. അതായത് ഇനീഷ്യൽ 2 പ്രോബ്ലം ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് പ്രോബ്ലം പിന്നെ മോഡിഫൈഡ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ രണ്ടിൻ്റെയും നമ്മുടെ സൊല്യൂഷൻസ് കിട്ടുന്നതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഗ്രാഫുകളുടെ പ്രത്യേകത, അതായത് ബിഹേവിയർ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്ന് പറയണം. ആസ് ടി ഇൻക്രീസസ് 0 എന്ന് പറയണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുക. തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താ വരിക? m² മൈനസ് m പ്ലസ് 0.25 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇതായിരുന്നു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി. ഓക്കെ, m² മൈനസ് m പ്ലസ് 0.25 ഈസ് ഈക്വൽ ടു 0. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യാം? b² മൈനസ് 4ac വെച്ചിട്ട് ചെയ്യാം. അല്ലാത്തവർ ശ്രദ്ധിക്കാം, ഇവിടെ കോൺസ്റ്റൻറ്റ്, അതായത് m² കോയിഫിഷ്യൻറ്റ് 1 വരുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാറുള്ളൂ. ഏതൊക്കെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ്, അതായത് ഏത് കിട്ടിയാൽ നോക്കുക? 0.25 കിട്ടിയാൽ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് മൈനസ് 0.5ഉം അതേമാതിരി തന്നെ മൈനസ് 0.5 ഈ 2 നമ്പേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.25 എന്നും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1 എന്നുകൂടി കിട്ടും. അങ്ങനെ കിട്ടുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? m-0.5 ഇൻറ്റു m-0.5 എന്ന് എഴുതാൻ പറ്റും. അതിന് നമുക്ക് m-0.5 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ m എന്താ വരിക? m is equal to 0.5 എന്ന് വരും. m is equal to 0.5. 0.5 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരും. റിപ്പീറ്റഡ് റൂട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ 2 തവണ 0.5 എന്ന് എഴുതണം. ഈ 0.5നെ വേണമെങ്കിൽ നമുക്കൊന്നുകൂടി അറേഞ്ച് ചെയ്തിട്ട് അല്ലേ, 0.5 പറഞ്ഞാൽ എന്താ? 1/2 അല്ലേ. ഇപ്പോൾ 1/2. സോ നമുക്ക് m is equal to 1/2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എഴുതണം. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എങ്ങനെ എഴുതാറ്? നമ്മൾ y1 is equal to e പവർ mt എന്ന് പറയുന്നത് ആൻഡ് y2 is equal to എന്ത് വരും? t ഇൻറ്റു e പവർ mt എന്ന് പറയുന്നത്. ഇത് രണ്ടും
ഇതായിരുന്നു നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. സോ ഹിയർ എമ്മിന് പകരം എന്തായിരുന്നു 1/2 ആയിരുന്നു. അപ്പോൾ ഹിയർ എമ്മിന് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്താ വരിക, y1 is equal to e power t/2 എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ y2 is equal to t into e power t/2 എന്ന് കിട്ടി. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ്. എന്തായിരുന്നു ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ? y1 is equal to e power t/2 ആൻഡ് y2 is equal to t into e power t/2 എന്ന് പറഞ്ഞു. ഇനി ജനറൽ സൊല്യൂഷൻ എഴുതിക്കോട്ടെ. ജനറൽ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ എഴുതാറ്? y is equal to രണ്ട് ഈക്വൽ റിയൽ റൂട്ട് വരുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരുന്നു? y is equal to c1 plus c2t into e power mt എന്ന് പറയുന്നത്. ഇവിടെ m എന്തായിരുന്നു? 1/2. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? y is equal to c1 plus c2 into t e power t/2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ y ഡാഷ് കൂടിയും കണ്ടുപിടിക്കുക. കാരണം നമുക്ക് ആ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാനേ y ഡാഷ് ഓഫ് 0 നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ആ y ഡാഷ് കൂടിയും കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ y ഡാഷ് കാണാണ്. y ഡാഷ് കാണുമ്പോൾ എന്ത് ചെയ്യണം? y-നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് c1 plus c2t എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് e power t/2 എന്ന് പറയുന്നതാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ y ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഏതായിരുന്നു? c1 plus c2 into t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഏതായിരുന്നു? e power t/2. e power t/2നെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ e power t/2 തന്നെ. പിന്നെ നമ്മൾ t/2നെ വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇൻറ്റു 1/2 എന്ന് കൂടി വരും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എന്താ പറയുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എന്തായിരുന്നു? c1 plus c2 into t എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ? ടി, അതായത് c2 എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ c2 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? c2 e power t/2 plus 1/2 into c1 plus c2t e power t/2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് c1ൻ്റെയും c2ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് y of 0 is equal to 2 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ഇക്വേഷനിൽ y-ക്ക് പകരം 0 എന്നും yക്ക് പകരം 2 എന്നും c-ക്ക് പകരം 0 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരും. വീണ്ടും തെറ്റി. y-ക്ക് പകരം 2 എന്നും t-ക്ക് പകരം 0 എന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? y-ക്ക് പകരം 2 കൊടുക്കുമ്പോൾ 2 is equal to c1 into c2 into 0 into e power 0 എന്ന് വരും അല്ലേ? e power 0 1 ആണ്. പിന്നെ ഈ ഒരു ടേം ക്യാൻസൽ ചെയ്യും. ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ? c1 മാത്രമേ ഉള്ളൂ. സോ വി ഗെറ്റ് c1 is equal to 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ കയ്യിൽ നമുക്ക് c1 is equal to 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ പറയുക? y dash of 0 is equal to 1/3 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ y dash of 0 1/3 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? y dash is equal to 1/3 എന്നും tക്ക് പകരം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഇക്വേഷനിൽ? ഈ ഒരു ഇക്വേഷനിൽ. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/3 ഇൻറ്റു c2 e power 0 പ്ലസ് 1/2 ഇൻറ്റു c1 പ്ലസ് c2 ഇൻറ്റു 0 പ്ലസ് e power 0 എന്ന് പറയും. അപ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/3 ഈസ് ഈക്വൽ ടു c2 ഇൻറ്റു e power 0 പറയുമ്പോൾ 1, c2 ഇൻറ്റു 1 പറയുമ്പോൾ c2 പ്ലസ് 1/2. ഈ ഒരു ടേം ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും 0 ആയതുകൊണ്ട്. സോ അവിടെ എന്തൊരു ബാക്കി 1/2 ഇൻറ്റു c1 എന്ന് പറയുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് മാറി? 1/3 is equal to c2 plus 1/2 c1 which implies that 1/3 is equal to c2 plus 1/2 into 2. നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ കിട്ടിയ c1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. c1ന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് 1/3 ഈക്വൽ ടു c2 പ്ലസ് 1 എന്ന് എഴുതി. അതിൽ നിന്ന് നമുക്ക് c2 is equal to എന്ത് എഴുതാൻ പറ്റും? 1/3 minus 1 which implies that c2 is equal to minus 2/3 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? c2 is equal to minus 2/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് c1ൻ്റെയും c2ൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തോടെ. ഏത് ഇക്വേഷനിൽ? y is equal to c1 plus c2 t into e power c1 plus c2 t into e power t/2 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? y is equal to 2 minus 2/3 into t
ഇൻറ്റു ഇ പവർ എന്ത് വരും t/2 എന്ന് കിട്ടി. ഇപ്പം നമ്മൾ അതിന് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്തത്. ഇനി രണ്ടാമത് നമ്മൾ സെയിം പ്രോബ്ലം തന്നെ ഇനീഷ്യൽ കണ്ടീഷൻ മാറ്റിയിട്ട്, അതായത് ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ സെയിം പ്രോബ്ലത്തിൻ്റെ അതായത് ഈ ഇനീഷ്യൽ കണ്ടീഷൻ ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു കണ്ടീഷൻ മാത്രമാണ് മാറ്റേണ്ടത്. ഏത് y'(0 = 2). അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ y'(0 = 2) വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് C1 എന്ന് പറയുന്ന വാല്യൂ എന്ത് തന്നെ കിട്ടും അല്ലേ? നേരത്തെ ചെയ്ത മാതിരി C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. സോ ഞാൻ അതുകൊണ്ട് മോഡിഫൈഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി സോൾവ് ചെയ്യണത്. അപ്പോൾ y(2) നമ്മൾ കൊടുക്കുമ്പോൾ y'(0 = 2) കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 തന്നെ കിട്ടും. C1 = 2. അത് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ അടുത്ത ഇനീഷ്യൽ കണ്ടീഷൻസ്, രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷനെ നമുക്ക് മാറ്റം തന്നിട്ടുള്ളൂ y'(0 = 2). ഇപ്പോൾ y'(0 = 2) എന്ന് പറയുന്നത് y' ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2 = C2 e⁻0 + 1/2 ഇൻറ്റു C1 + 2 × 0 × e⁻0 അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? C2 = 2 - 1 കിട്ടും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് C2 = 1. അപ്പോൾ ഈ ഒരു കേസിൽ C2 = 1 ആണ് കിട്ടിയത്. അപ്പോൾ ഇനി C1 = 2 എന്നും C2 = 1 എന്നും നമ്മുടെ ആ ഇക്വേഷൻ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? y = 2 + t × e⁻t/2 എന്ന് കിട്ടി. അപ്പോൾ അതാണ് രണ്ടാമത്തെ കിട്ടിയത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് രണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു പ്രോബ്ലം എന്ന് പറയണത് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ കിട്ടിയ സൊല്യൂഷൻ എടുത്ത് എഴുതി. പിന്നെ അതേമാതിരി തന്നെ ഇത്രയും കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷനും കൂടി വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് വേറെ ഒരു ഇക്വേഷൻ കിട്ടി. അത്രയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ടി ഇൻക്രീസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീൻ്റെ വാല്യൂ ഇങ്ങനെ കൂടി വരുമ്പോൾ e⁻t വാല്യൂ എന്ന് പറയുന്നതും കൂടി വരും. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഗ്രോ ചെയ്തുകൊണ്ടേ വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ്റെ കാര്യം നമ്മൾ ഈ ഒരു സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ നമുക്ക് ടി കൂടുമ്പോൾ, ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ e⁻t/2 എന്ന് പറയുന്നതും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്ന് നോക്കിക്കേ, നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൽ നോക്കിക്കേ, ഒരു നെഗറ്റീവ്, അതായത് 2 × e⁻t/2 എന്ന് പറയുന്നത് -2/3 × t × e⁻t/2. ഒക്കെ പാടെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പം നമുക്ക് y = ഇങ്ങനെ കിട്ടും, 2 × e⁻t/2 - 2/3 × t × e⁻t/2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ടി ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് e⁻t എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അതേമാതിരി തന്നെ ടി ഇൻക്രീസ് ചെയ്യുക പറയുമ്പോൾ ടി ഇതും കൂടും. ഇപ്പോൾ ടി ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി എന്ന് വേണ്ട, ടി വലിയ നമ്പർ ആവുമ്പോൾ ഈ ഒരു ടേം e⁻t/2 എന്ന് പറയുന്നത് ലാർജ് ടേം ആവും. പിന്നെ അതിനെയും ടി എന്ന് പറയുന്നത് ലാർജ് ടേം അല്ലേ? അപ്പോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വലിയൊരു നമ്പർ കിട്ടും. അപ്പോൾ നമ്മളൊരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കുക ചെയ്തിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? നമുക്ക് y എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തു നെഗറ്റീവായിട്ട് വരിക ചെയ്യും, അതിങ്ങനെ കുറഞ്ഞു വരിക ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ പറയണത്, അതായത് നെഗറ്റീവ്ലി ആ സൊല്യൂഷൻ, ഫസ്റ്റത്തെ സൊല്യൂഷൻ ഗ്രോ നെഗറ്റീവ്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം അതാണ് പറഞ്ഞത്, ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ e⁻t/2 എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് വേണ്ടി നമ്മൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ടേം എന്ന് പറയുന്നത് വലിയൊരു ലാർജ് ടേം ആവും. ഇപ്പം നമ്മളൊരു സ്മാൾ ടേമിൽ നിന്ന് ലാർജ് ടേം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് വരിക ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് ഗ്രോസ് നെഗറ്റീവ്ലി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 2 × e⁻t/2 + t × e⁻t/2 എന്ന് പറയുന്നതായിട്ട് അല്ലേ? ഇപ്പോൾ ടി കൂടുമ്പോഴും ടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ e⁻t/2 എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അതിനെയും വീണ്ടും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ മൊത്തത്തിൽ പ്ലസ് ടേം ആണ്, അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക? അതിങ്ങനെ കൂടി വരികയാണ് ചെയ്യുക. സോ വൈൻ്റെ വാല്യൂ ടി ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ച് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ് സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ആണ് ഗ്രോ ചെയ്യുന്നത്. ഗ്രോ ചെയ്യുക പറഞ്ഞാൽ എന്താ? ആ കർവ് ഇങ്ങനെ അതായത് ഇങ്ങനെ മേലോട്ട് പോകുന്നതിനാണ് പോസിറ്റീവ്ലി ഗ്രോ ചെയ്യുക പറയാം. നെഗറ്റീവ്ലി പറഞ്ഞാൽ ഒരു ഗ്രാഫ് ഇതങ്ങനെ കുറഞ്ഞുകൊണ്ട് വരുന്നതിനാണ് നമ്മൾ നെഗറ്റീവ്ലി പറയാം.
ഓക്കെ, ഇനി അതെന്താ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കുക, നമ്മൾ എക്സ് വൈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രോ പോസിറ്റീവ്ലി എന്ന് പറയാം. അല്ല ഒരു ഗ്രാഫ് ഇനി വേറെ ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പം ഞാനൊരു ഗ്രാഫ് ഇതങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഇതങ്ങനെ വരികയാണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ്ലി ഗ്രോയിങ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് കാര്യമാണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ തീർന്നിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ നമ്മളോട് ഈ രണ്ടെണ്ണത്തിൻ്റെയും ഗ്രാഫ് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര കാര്യമാണ്. നമുക്ക് ആദ്യത്തെ ഗ്രാഫ്, അതായത് വൈ ഡാഷ് ഓഫ് 0 = 2 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് ഏതാണ്? y = 2 + t × e⁻t/2. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2 × e⁻t/2 + t × e⁻t/2 എന്ന്. ഇനി നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കാം. അതായത് നമ്മൾ 0 മുതലുള്ള വാല്യൂസാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് y0 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ പോയിന്റ് എപ്പോഴും തന്നിരിക്കുന്നത് 0 ആണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മളോട് ഗ്രാഫിൻ്റെ ബിഹേവിയർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ്? ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാണ് പറയുക, ടി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് ഇങ്ങനെയാണ്, ഇത് വൈ ആക്സിസും ഇത് ടി ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനീഷ്യൽ പോയിന്റ് T0 എന്ന് പറയുന്നത് 0 ആയിരുന്നു. പിന്നെ ടി കൂടിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ബിഹേവിയറാണ് പറഞ്ഞത്, ടി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലോട്ടുള്ള ഗ്രാഫ്സ് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ടി നെഗറ്റീവ്ലി അതായത് ടി ഡിക്രീസസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ളതല്ലേ അല്ലേ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈ എന്ന് പറയണത് ടി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു, ടി ഡിക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ സൈഡിലോട്ടുള്ള ഗ്രാഫാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് സൈഡിലോട്ട് ഗ്രാഫ് നോക്കണം എന്നുള്ള കാര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ഈ സൈഡിലോട്ടുള്ള ഗ്രാഫാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുക. ടിക്ക് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ നോക്കുക, ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ പറയുക വൈൻ്റെ വാല്യൂ എന്താ, അതായത് ഈ ഇക്വേഷനിൽ അതായത് ടിക്ക് പകരം 1 കൊടുക്കുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ എന്താ വരുന്നതെന്ന് നോക്കാം. അതേമാതിരി തന്നെ 3, 4 അങ്ങനെ കൊടുക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ആ പ്ലോട്ട്സ് വരയ്ക്കുമ്പോൾ നമ്മുടെ ആ y ഡാഷ് ഓഫ് 0 = 2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെയാണ് വരാറ്. പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ ഇനീഷ്യൽ കണ്ടീഷൻ ഏതായിരുന്നു? y ഡാഷ് ഓഫ് 0 = 1/3 വരുന്ന കേസിൽ നമുക്ക് y = എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? 2 - 2/3 t × e⁻t/2 എന്ന് പറഞ്ഞ് ആ ഗ്രാഫ് നമ്മൾ ഇതേമാതിരി വരയ്ക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ അറിയാത്തവരില്ലല്ലോ. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുക, അതായത് ടി എന്ന് പറയുന്ന വാല്യൂ, ടി എന്ന് പറയുന്നത് 1 കൊടുക്കുക. ടി 1 കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വരിക? 2 e⁻1/2 പ്ലസ് T1 അല്ലേ നമ്മൾ എടുത്തത്. ഇപ്പോൾ 1 × e⁻1/2 എന്ന് പറയും. ഇപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും y ആ വാല്യൂ ആയിരിക്കും ഒരു വാല്യൂ കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഇപ്പോൾ 2 ഒക്കെ കിട്ടിയെങ്കിൽ 2 എന്ന് എടുത്തെങ്കിൽ നമ്മൾ ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അതായത് ടിയിൽ 1ഉം പിന്നെ 2ഉം വരുന്ന പോയിന്റ് ഏതായിരിക്കും? ഈ ഒരു പോയിന്റ് ആയിരിക്കും. സോ ഈ ഒരു പോയിന്റാണ് ഫസ്റ്റ്. ഇനി അതേമാതിരി t = 2 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. സോ അത്രയാണ് ഈ ഒരു ഗ്രാഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നില്ല, വലിയ പ്രോബ്ലം ആണ്, ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷേ എളുപ്പമാണ്. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ആദ്യം നമ്മളൊരു ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് സാധാരണ നമുക്ക് അറിയണമാതിരി സോൾവ് ചെയ്തെടുത്തു. പിന്നെ ഈ ഇനീഷ്യൽ കണ്ടീഷന് പകരം വേറൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തു. അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു പോകും. ഓക്കെ, അത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.